നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധമല്ല, മറിച്ച് അടുത്ത നൂറ്റാണ്ട് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ ഭൗമ രാഷ്ട്രീയ ചതുരംഗ കളിയാണ്. ഒറ്റ നോട്ടത്തിൽ പോരാട്ടം ഇസ്രായേലും ഇറാനും തമ്മിലാണെന്ന് തോന്നാമെന്നുണ്ടെങ്കിലും ഇതിലെ യഥാർത്ഥ കളിക്കാര് അമേരിക്കയും ചൈനയുമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇറാന്റെ കൈവശമുള്ള $27 ട്രില്യൺ പ്രകൃതി വിഭവങ്ങൾ, ചൈനയുടെ എണ്ണക്കുഴൽ അടച്ചുപൂട്ടാനുള്ള അമേരിക്കയുടെ തന്ത്രം, 2026 നവംബറിൽ അമേരിക്കയിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ട്രംപിന്റെ ലക്ഷ്യം, ഒപ്പം ലോകത്തെ വിറപ്പിക്കുന്ന ഇറാന്റെ അണുബോംബ് സ്വപ്നങ്ങളും. ഈ യുദ്ധത്തിന്റെ പിന്നിലെ പുറം ലോകം അധികം അറിയാത്ത, ആരും അധികം ചർച്ച ചെയ്യാത്ത യഥാർത്ഥ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കാം. ഇവിടെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മാർഗം ഒന്നാണെന്നുണ്ടെങ്കിലും ലക്ഷ്യം രണ്ടാണ്, വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഈ രണ്ട് കൂട്ടരുടെയും ലക്ഷ്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇസ്രായേലിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് പ്രോക്സി യുദ്ധങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അതായത് ഇറാൻ നാളുകളായിട്ട് ഇസ്രായേലിനെ ഒരു റിംഗ് ഓഫ് ഫയർ എന്ന ഒരു തന്ത്രം ഉപയോഗിച്ച്, അതായത് രാജ്യത്തിന് ചുറ്റും തീയിടുക എന്ന തന്ത്രം ഉപയോഗിച്ചിട്ട് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, പിന്നെ ഇറാഖിലെ സായുധ ഗ്രൂപ്പുകൾ, ഇവരെല്ലാം ചേർത്തുകൊണ്ട് വളഞ്ഞിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സത്യാവസ്ഥയാണ്. ഇതൊരു യുദ്ധമായിട്ട് കരുതാൻ പറ്റില്ല, കാരണം ഇതെല്ലാം തീവ്രവാദി ആക്രമണം എന്നുള്ള കാറ്റഗറിയിലാണ് പെടുന്നത്. അതുകൊണ്ട് തന്നെ UN പോലും ശക്തമായിട്ട് ഇടപെടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നിരന്തരമായിട്ട് ഈ പറഞ്ഞ തീവ്രവാദി ഗ്രൂപ്പുകളെ ഉന്മൂലന നാശനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ഇവർ വീണ്ടും തലപൊക്കിക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം ഇറാൻ ഇവരെ വീണ്ടും വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാനെ സമ്പൂർണ്ണമായിട്ടും നശിപ്പിക്കാതെ ഇസ്രായേലിന് ഇതിൽ നിന്നൊരു മോചനമില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇസ്രായേലിനെ ഈ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിച്ചത്. രണ്ടാമതായിട്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഉയർത്തുന്ന ഒരു അണുവായുധ ഭീഷണിയുണ്ട്. കാരണം നമ്മുടെ മേഖലയിൽ ഓൾറെഡി പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് ഇസ്രായേലിന് എന്നേക്കും ഒരു ഭീഷണിയാണ് താനും. എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര അറ്റോമിക് എനർജി അസോസിയേഷന്റെ 2025-26 റിപ്പോർട്ടുകൾ പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ 60% മുകളിൽ എത്തിച്ചിട്ടുണ്ട്. വെപ്പൺ ഗ്രേഡ് യുറേനിയം എന്ന് പറയുന്നത് 90% സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് 90% എത്തിക്കുക എന്നുള്ളത് കേവലം ഒരു ചെറിയ സാങ്കേതിക ചുവടുവെപ്പ് മാത്രമാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അസോസിയേഷന്റെ മറ്റൊരു വാണിംഗ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാന്റെ കയ്യിൽ ഓൾറെഡി 10 ബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയം അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും ആണവ കേപ്പബിലിറ്റിയും എന്നേക്കുമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതും ഇസ്രായേലിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. ഇനി നമ്മൾ അമേരിക്കയുടെ ലക്ഷ്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തേത് ചൈനയുടെ എണ്ണ വിതരണം തടയുക, അതായത് ഓയിൽ സപ്ലൈയിൽ നിന്നും ചൈനയെ ചോക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ചൈനയുടെ ഏറ്റവും വലിയ എണ്ണ സപ്ലയേഴ്സ് ആയിരുന്നു വെനിസ്വേലയും അതുപോലെ ഇറാനും. ഇറാനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എണ്ണയുടെ 90% കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ചൈനയാണ്. വെനിസ്വേലയുടെ ചൈനയിലേക്കുള്ള സപ്ലൈ അമേരിക്ക ഓൾറെഡി അടച്ചു കഴിഞ്ഞു. പക്ഷേ ഇറാനിൽ നിന്നും ചൈന ഒരു ദിവസം കൊണ്ടുപോകുന്നത് ഏകദേശം 1.3 ദശലക്ഷം ബാരലാണ്. അപ്പോൾ ചൈനയുടെ ഊർജ്ജ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും തടയുക എന്നുള്ളത് ട്രംപിന്റെ ഏറ്റവും വലിയൊരു അജണ്ടയാണ്. രണ്ടാമത്തെ അജണ്ടയാണ് റഷ്യ, ചൈന, ഇറാൻ സഖ്യത്തിനെ തകർക്കുക എന്നുള്ളത്. കാരണം റഷ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷാഹിദ് ഡ്രോണുകളും മിസൈലുകളും ഇറാൻ ധാരാളമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. റഷ്യ ഇതാണ് യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെതിരെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റഷ്യക്ക് ആയുധങ്ങൾ ചൈനയും സപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ റഷ്യ, ചൈന, ഇറാൻ സഖ്യത്തിലെ ഏറ്റവും ദുർബലമായ കണ്ണി, ദ വീക്കസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും ദുർബലമായ കണ്ണിയായ ഇറാനെ തകർക്കുന്നതിലൂടെ റഷ്യയും ചൈനയും ഒരേ സമയത്ത് പ്രതിരോധത്തിലാക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുകയും ചെയ്യും. ചൈനയുടെ എണ്ണ സപ്ലൈ നിർത്താനും റഷ്യയിലേക്കുള്ള ആയുധങ്ങളുടെ സപ്ലൈ നിർത്താനുമായിട്ടും അമേരിക്കയ്ക്ക് ഏറെക്കുറെ സാധിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് റെയർ എർത്ത് മിനറൽസിന്റെ, അതായത് റിസോഴ്സസിന്റെ അഭാവമാണ്. റിസോഴ്സസിന് വേണ്ടിയിട്ട് അമേരിക്ക ഒരുപാട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ റെയർ എർത്ത് മിനറൽസ് അമേരിക്കയ്ക്ക് സപ്ലൈ ചെയ്യുന്നത് ഇടയ്ക്ക് വെച്ച് ചൈന നിർത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ നാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാവും. ആഗോളതലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയർ എർത്ത് മിനറൽസിന്റെ പുറത്തുള്ള ചൈനയുടെ കൺട്രോൾ എന്ന് പറയുന്നത് 90%. ലോകം മുഴുവൻ ചൈനയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഡിപ്പെൻഡൻസിൽ നിന്നും പുറത്തു വന്ന് അമേരിക്കയ്ക്കും റെയർ എർത്ത് മിനറൽസിന്റെ പുറത്ത് കൺട്രോൾ ഉണ്ടാകുക എന്നുള്ളത് ട്രംപിന്റെ വലിയൊരു ആശയമാണ്. ഇറാന്റെ ഭൂമിക്കടിയിലുള്ള പ്രകൃതി വിഭവങ്ങളുടെ ആകെ മൂല്യം എന്ന് പറയുന്നത് ഏകദേശം $27.3 ട്രില്യൺ.
അതിൽ ഓയിൽ വരുന്നുണ്ട്, ഗ്യാസ് വരുന്നുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്, കോപ്പർ വരുന്നുണ്ട്, സിങ്ക് വരുന്നുണ്ട്, ലിഥിയം വരുന്നുണ്ട്. അങ്ങനെ അനേകം മിനറൽസ് അടക്കം ഇറാന്റെ കയ്യിൽ 27.3 ട്രില്യൺ ഡോളർ വില മതിക്കുന്ന റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസ് റഷ്യയുടെയും ചൈനയുടെയും കയ്യിൽ എത്താതിരിക്കുക എന്നുള്ളതും ഈ റിസോഴ്സസ് അമേരിക്കയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ട്രംപിന്റെ വലിയൊരു അജണ്ടയാണ്. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ട്രംപിന് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഉണ്ട്. ഈ വരുന്ന നവംബറിൽ അമേരിക്കയിൽ മിഡ് ടേം ഇലക്ഷൻസ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയിൽ ട്രംപിന്റെ പോപ്പുലാരിറ്റി വളരെയധികം ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഇലക്ഷനിൽ ട്രംപിന്റെ കാൻഡിഡേറ്റ്സ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ട്രംപിന്റെ പാർട്ടിക്ക് അമേരിക്കൻ സെനറ്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും അതുവഴി ഒരു പക്ഷേ ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ വരെയുള്ള സാധ്യതകളാണ് തുറന്നു കിടക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അതായത് മാഗ എന്ന് പറഞ്ഞിട്ടുള്ള സ്ലോഗനുമായിട്ട് കഴിഞ്ഞ ഇലക്ഷനെ നേരിട്ട ട്രംപിന് എന്തെങ്കിലുമൊക്കെ നേടി എന്നുള്ളത് അമേരിക്കൻ ജനതയുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഒരു റെജീം ചേഞ്ചും ഇറാനിലെ സമ്പത്തുകളുടെ മുമ്പിൽ ക്യാപ്ചർ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അമേരിക്കൻ ജനത ട്രംപിനെ സപ്പോർട്ട് ചെയ്യും എന്ന് ട്രംപ് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വലിയ കാരണമാണ് ചെങ്കടലിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിയും അതുവഴി ഉണ്ടാകുന്ന ആഗോള പണപ്പെരുപ്പവും. ഇതും അമേരിക്കയെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്താണെന്ന് വെച്ചാൽ ഇറാൻ പോറ്റി വളർത്തുന്ന ഹൂതി വിമതർ ചെങ്കടലിൽ കൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതുവഴി പോകുന്ന കപ്പലുകളെ മിസൈൽ വെച്ച് ആക്രമിക്കുക, ഇതെല്ലാം വരുമ്പോൾ ആഗോള വ്യാപാരത്തിന് തന്നെ ഇത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ കപ്പലുകളും ചെങ്കടലിനെ ഒഴിവാക്കി ആഫ്രിക്കയെല്ലാം ചുറ്റി സഞ്ചരിക്കുന്നത് കൊണ്ട് ചരക്ക് ഗതാഗത ചെലവ് കണ്ടമാനം വർദ്ധിക്കുന്നുമുണ്ട്. ഇതുവഴി യൂറോപ്പിലും അമേരിക്കയിലും വലിയ സാമ്പത്തിക നഷ്ടത്തിനും പണപ്പെരുപ്പത്തിനും കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഗോള സമുദ്രപാതകളുടെ നിയന്ത്രണം സുരക്ഷിതമാക്കാനായിട്ട് അമേരിക്കയ്ക്ക് ഇറാന്റെ സൈനിക ശേഷി തകർക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു വലിയ കാരണമാണ് സാമ്പത്തിക ഇടനാഴികളുടെ പോരാട്ടം. അതായത് ഐമെക്കും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവും തമ്മിലുള്ള പോരാട്ടം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡിന് ബദലായിട്ട് ഇന്ത്യ അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഐമെക് എന്നൊരു ഇനീഷ്യേറ്റീവായിട്ട് മുന്നോട്ട് വരുന്നത്. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അങ്ങനെ ഏഷ്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്കുള്ള ചരക്ക് ഗതാഗതം സുഗമമാകണമെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനും അവരുടെ സായുധ ഗ്രൂപ്പുകളും ഈ സമാധാനത്തിന് ഏറ്റവും വലിയൊരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീഷണി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറാനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഇറാനിലൊരു റെജീം ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതും അമേരിക്കയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യമാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് സൗദി ഇസ്രായേൽ സമാധാന കരാർ, അതായത് എബ്രഹാം അക്കോർഡിന്റെ വിപുലീകരണം. സൗദിയും ഇസ്രായേലും തമ്മിൽ ഒരു സമാധാന കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ സമ്പൂർണ്ണമായിട്ടും ഒറ്റപ്പെടും. അതുകൊണ്ട് തന്നെ ഇത് തടയുക എന്നുള്ളതാണ് ഇറാന്റെ നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം. അങ്ങനെ ഈ യുദ്ധത്തിലൂടെ ഇറാന്റെ സ്വാധീനം ഇല്ലാതാക്കുന്നതിലോടുകൂടി ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് കെട്ടിപ്പടുക്കാനായിട്ട് ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യമിടുന്നുണ്ട്. ചുരുക്കത്തിലെ സുഹൃത്തുക്കളെ, ഈ യുദ്ധം എന്ന് പറയുന്നത് ഹമാസിനെ ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയതല്ല, മറിച്ച് ചൈനയും റഷ്യയും തളർത്തുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യവും സ്വന്തം നിലനിൽപ്പ് ഉറപ്പാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു അനിവാര്യതയുമാണ്. ഇതിന്റെ ഇടയിൽ കിടന്ന് കത്തുന്നത് മിഡിൽ ഈസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ പോരാട്ടം ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമില്ല. ഇത് നീണ്ടുപോകാനാണ് സാധ്യത കൂടുതൽ. എണ്ണവിലയൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൻശക്തികളുടെ പോരാട്ടം ആഗോള എണ്ണവിലയും നമ്മുടെ സാമ്പത്തിക ഭാവിയെയും എങ്ങനെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.